ട്രംപും ട്രംപിന്റെ ഉദ്ദേശം മാഗ മീൻസ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അതുപോലെ തന്നെ മേക്ക് അമേരിക്കൻ ഡോളർ ഓൾവേസ് സൂപ്പർ. അതായത് മറ്റെല്ലാ കറൻസിയുടെയും മുകളിലായിരിക്കണം അമേരിക്കൻ ഡോളറിന്റെ സ്ഥാനം. അത് ഒരുപക്ഷെ അമേരിക്കൻ ഡോളർ ഈ കഴിഞ്ഞ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എല്ലാ കാലത്തും അമേരിക്കൻ ഡോളർ ആയിരുന്നു എല്ലാ കറൻസികളുടെയും മുകളിൽ നിന്ന കറൻസി. സ്വർണവും അമേരിക്കൻ ഡോളറും വളരെ പ്രധാനപ്പെട്ട ചങ്ങാതിമാരായിട്ട് പരസ്പരം കൈകോർത്ത് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇപ്പോ ട്രംപ് രണ്ടാം പ്രാവശ്യം ഭരണത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം സ്വന്തം പദവി ഉയർത്തുക. ഞാനാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിഡന്റ്, ഏറ്റവും വലിയ GDP രാജ്യമായ അമേരിക്കയുടെ പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ എൻ്റെ തലയെടുപ്പ് ലോകം അംഗീകരിക്കണം, എൻ്റെ മുൻപിൽ മറ്റ് രാഷ്ട്ര നേതാക്കൾ മുട്ടുമടക്കണം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ അഹങ്കാരവും ആഗ്രഹവും കാണിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ എങ്ങനെയാണ് അമേരിക്കൻ ഡോളറിനെ ഗ്രേറ്റ് ആക്കുക, എങ്ങനെയാണ് അമേരിക്കൻ ഇക്കോണമിയെ വലുതാക്കുക, ഈ ചിന്തയുടെ ഒക്കെ ഫലമാണ് ഇന്ത്യക്ക് നേരെ തിരിയാനും ഉണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് നേരെ തിരിയാൻ എന്ന് പറയുന്നത്? അതായത് വ്യാപാര ബന്ധം നമ്മൾ നോക്കുക. നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ, അമേരിക്ക ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ പകുതിയിൽ താണ വിലയ്ക്കുള്ളതാണ്. എന്ന് വെച്ചാൽ അമേരിക്ക ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത് നമുക്ക് ട്രേഡ് സർപ്ലസ്, നമുക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന പ്രധാനപ്പെട്ട രാജ്യമാണ്, ഒന്നാമത്തെ രാജ്യമാണ് അമേരിക്ക. അമേരിക്ക വാങ്ങുന്നതിന് നമുക്ക് തരുന്ന ഡോളർ, ആ ഡോളറിന്റെ പകുതി ഡോളറിനുള്ള ഉൽപ്പന്നങ്ങളെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നുള്ളൂ. സാധാരണ രീതിയിൽ ട്രംപിന് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകാം, ആഹാ ഞങ്ങൾ ഇത്രയധികം വാങ്ങുന്ന ഇന്ത്യയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇന്ത്യ ഞങ്ങളിൽ നിന്ന് ഇത്ര കുറച്ചേ വാങ്ങുന്നുള്ളൂ. ആ ഒരു ഫീലിംഗ് അദ്ദേഹത്തെ തീർച്ചയായിട്ടും പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതിന് സംശയമില്ല. എങ്കിൽ ഇവരെ ഒരു പാഠം പഠിപ്പിച്ചു കളയാം. ഇവരുടെ ഉറ്റ ചങ്ങാതിയാണ് ഞങ്ങളെ എന്നിരിക്കെ ഞങ്ങളോട് ഇത്ര പാടില്ല, ഞങ്ങളോട് കുറച്ചുകൂടി കൂടുതൽ വാങ്ങിച്ചുകൂടെ, എന്തു വാങ്ങിക്കണം? അപ്പോഴാണ് ട്രംപിന്റെ മനസ്സിൽ ഉദിക്കുന്നത് ഞങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ. എന്തുകൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ? അവിടെയാണ് ഏറ്റവും വലിയ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നത്. ഏത് രഹസ്യം? ലോകത്തെ ഏറ്റവും വലിയ ജനതയുള്ള രാജ്യമാണ് ഇന്ത്യ. 146 കോടി 39 ലക്ഷം ജനങ്ങളുള്ള ഒന്നാമത്തെ പോപ്പുലേഷൻ രാജ്യമായ ഇന്ത്യ. ആ ഇന്ത്യ അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള അവസരം കിട്ടേണ്ടത്? ന്യായമായും ട്രംപ് അങ്ങനെ മോഹിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സോയാബീൻ തൊട്ടുള്ള അവിടെ ആവശ്യത്തിലധികം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വില കുറച്ച് തരാൻ റെഡിയാണ്, ഡംപ് ചെയ്യാൻ റെഡിയാണ്. ഡംപ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? അവിടുത്തെ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഇന്ത്യയിൽ ആ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ട്രംപ് റെഡിയാണ്. കാരണം എന്താണ്? ഒരു മാർക്കറ്റ് വേണം, പിന്നെ ഒരു വലിയ മാർക്കറ്റ് വേണം. മാർക്കറ്റിലാണ് അദ്ദേഹം കണ്ണുവെക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ത്യ എന്ന വിപണിയാണ് ലോകരാജ്യങ്ങൾക്കെല്ലാം നോട്ടപ്പുള്ളിയായിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് UK ഇപ്പോ ഒരു ട്രേഡ് പാക്റ്റുമായിട്ട് വന്നത്? 99% ഡ്യൂട്ടി ഇളവ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, UK ഇങ്ങോട്ടും തരുന്നു. അങ്ങനെ ഒരു ട്രേഡ് പാക്റ്റുമായി വന്നത് കാരണം ഇന്ത്യ എന്ന വലിയ വിപണിയാണ് അവരെ ആകർഷിക്കുന്നത്. ഈ രാജ്യങ്ങൾക്കൊക്കെ അവരുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആണ് കൂടുതലായും ഇങ്ങോട്ട് വിപണനം ചെയ്യാനുള്ളത്. തിരിച്ച് നമ്മളോട് അങ്ങോട്ട് വാങ്ങിക്കാൻ അവർക്കുള്ളതൊക്കെ ഇലക്ട്രോണിക് ഗുഡ്സ് ആകാം, വസ്ത്രമാകാം, തുകൽ ഉൽപ്പന്നങ്ങളാകാം, അതുപോലെ തന്നെ രത്ന ആഭരണങ്ങളാകാം, സ്റ്റീൽ ഉൽപ്പന്നങ്ങളാകാം, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളാകാം. ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് ഈ പറയപ്പെട്ട രാജ്യങ്ങളൊക്കെ വാങ്ങുന്നു. അപ്പൊ അതേ സമയത്ത് നമ്മൾ അവരിൽ നിന്ന് വാങ്ങണമെന്ന് അവരാഗ്രഹിക്കുന്നതൊക്കെ തന്നെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആണ്. അതിന്റെ പ്രധാനപ്പെട്ട റീസണും നമ്മുടെ ഈ വലിയ വിപണിയാണ്. അപ്പം അതുകൊണ്ടാണ് UKയും അതുപോലെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ട്രേഡ് പാക്റ്റുമായിട്ട് മുൻപോട്ട് വരുന്നത്. അപ്പൊ റഷ്യയിൽ നിന്ന് എന്തുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് വാങ്ങുന്നതിനെതിരെ ട്രംപ് വാളോങ്ങുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള കരാറും കൊടുക്കൽ വാങ്ങലുകളും എല്ലാം
നമ്മുടെ ഓൺ കറൻസിയിലാണ്, റഷ്യൻ റൂബിളിലും ഇന്ത്യൻ റുപ്പിയിലുമാണ് നടത്തുന്നത്. അപ്പൊ എന്താണ് ഇഷ്ടമില്ലാതെ ട്രംപ് നോക്കാൻ കാരണം? ട്രംപിന്റെ ആഗ്രഹം അമേരിക്കൻ ഡോളർ ആയിരിക്കണം എപ്പോഴും ടോപ്പ് ഇന്റർനാഷണൽ കറൻസി. അപ്പൊ അതിന് പകരമായിട്ട് റൂബിളോ ഇന്ത്യൻ റുപ്പിയോ ഒന്നും കറൻസീസ് ആയിട്ട് പരസ്പരം, അതായത് അന്താരാഷ്ട്ര വിപണനത്തിന് മറ്റൊരു കറൻസിയും മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയി പ്രവർത്തിക്കരുത്. അതിന് അമേരിക്കൻ ഡോളറിനെ തന്നെ ഉപയോഗിക്കണം. അപ്പോഴാണ് അമേരിക്കൻ ഡോളർ യാതൊരു ക്വസ്റ്റ്യനും ഇല്ലാത്ത ഒന്നാം കിടക്കാരനായിട്ട് അമേരിക്കൻ ഡോളർ നിലകൊള്ളണം എന്നുണ്ടെങ്കിൽ മറ്റ് കറൻസീസില് അന്താരാഷ്ട്ര വ്യാപാരം നടക്കരുത്. അപ്പൊ ഇന്ത്യ ഓയിൽ വാങ്ങുന്നതും അതുപോലെ നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ പൊട്ടാസ്യം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പൊട്ടാസ്യം അതിന്റെ റോ മെറ്റീരിയൽ നമുക്കില്ലാത്തത് കൊണ്ട് നമ്മുടെ കാർഷിക വിളകൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നൈട്രജനെ പോലെയോ അതിനേക്കാൾ ഉപരിയോ ആയിട്ട് ആവശ്യമുള്ള കെമിക്കൽ ഫെർട്ടിലൈസറാണ് പൊട്ടാസ്യം. അപ്പൊ പൊട്ടാസ്യം നമ്മൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുക. അത് മാത്രവുമല്ല, ചൈന ഡോണ്ട് ബൈ ഫ്രം റഷ്യ, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുത് എന്നാണ് പറയുന്നത്, മറ്റൊന്നും വാങ്ങരുതെന്ന് പറയുന്നില്ല. പക്ഷെ ഓയിൽ വാങ്ങരുതെന്ന് പറയാൻ പോലും അമേരിക്കയ്ക്ക് നാം അവസരം കൊടുക്കരുത്. കാരണം അമേരിക്കയാണ് നമ്മുടെ ഒന്നാമത്തെ ബയറെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് സർപ്ലസ് നമുക്കുള്ളത് അമേരിക്കയുമായിട്ടാണ്. അത് അംഗീകരിച്ചേ പറ്റൂ. വി ആർ താങ്ക്ഫുൾ ടു ദാറ്റ്. അതേ സമയത്ത് തന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബയറാണ് റഷ്യ. അപ്പൊ റഷ്യയിൽ നിന്ന് വാങ്ങരുത് എന്ന് അമേരിക്ക പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം റഷ്യയിൽ നിന്ന് നമുക്ക് ഓയിൽ കിട്ടുന്നത് വളരെ വില കുറച്ചാണ് കിട്ടുന്നത്. അത് മാത്രവുമല്ല, അതിൽ നിന്ന് നമ്മൾ പല ഉൽപ്പന്നങ്ങളും ബൈ പ്രോഡക്ട്സ് ആക്കി ഉൽപ്പാദിപ്പിച്ച് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കി നമ്മൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ട്രംപിനെ കൊണ്ട് രോഷാകുലനാക്കുന്നത്. അങ്ങനെയൊക്കെ ഇന്ത്യ ആ റൂബിൾ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നു, എന്നിട്ട് അതുവഴിയായിട്ട് പലതരത്തിലുള്ള വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നു. ഓയിലിന്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് കയറ്റുമതി ചെയ്ത് നമ്മൾ കണ്ടെത്തുന്നു. ഇതൊക്കെയാണ് ട്രംപിന്റെ. അതേ സമയത്ത് അമേരിക്കയിൽ നിന്നാണ് അത്രയും ഓയിൽ വാങ്ങുന്നത് എങ്കിൽ, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്കിൽ അതിന്റെ ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് അമേരിക്കയ്ക്കും കൂടി കിട്ടും. അതിന്റെ ട്രേഡ് ഇമ്പാക്റ്റ് അമേരിക്കയും കൂടി അനുകൂലമായിട്ട് ബാധിക്കുന്നതായിരിക്കും. അതൊക്കെ കൊണ്ടാണ് റഷ്യയുമായിട്ട് ഇന്ത്യയുടെ ഈ വ്യാപാര ബന്ധം നിലനിൽക്കുന്നത് അസൂയയോടെ അല്ലെങ്കിൽ ദേഷ്യത്തോടെ വെറുപ്പോടെ ട്രംപ് നോക്കിക്കാണുന്നത്. അപ്പൊ അങ്ങനെ ഒക്കെ പറയുമ്പോൾ നമുക്ക് പക്ഷെ രണ്ടും കൽപ്പിച്ച് ട്രംപിന്റെ വഴി നോക്കൂ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല US-ഉമായിട്ടുള്ള വ്യാപാര ബന്ധം. അത് തീർച്ചയായിട്ടും ഡിപ്ലോമാറ്റിക് ചാനൽസിലൂടെ നോക്കേണ്ടതാണ്. പക്ഷേ ട്രംപ് ആവശ്യപ്പെടുന്നത് പോലെ ആഗ്രോ പ്രോഡക്ട്സ്, അതായത് സോയാബീൻ തൊട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വലിയ തോതിൽ ഇറക്കുമതി ചെയ്യണമെന്ന് അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, അമേരിക്കൻ ഇക്കോണമിയിലെ 33.3 കോടി ജനങ്ങളാണ് അമേരിക്കയിലുള്ളത്. നമുക്കിവിടെ 146.39 കോടി ജനങ്ങളാണുള്ളത്. ഈ 33.3 കോടി ജനങ്ങളുള്ള അമേരിക്കയില് വെറും 2% പോപ്പുലേഷൻ മാത്രമാണ് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതായത് ഹൈലി കോർപ്പറേറ്റൈസ്ഡ് ആണ് അമേരിക്കൻ അഗ്രികൾച്ചർ. ഹൈലി ടെക്നോളജി ബേസ്ഡ്, ഹൈലി കോർപ്പറേറ്റൈസ്ഡ്, വലിയ പ്രോഫിറ്റിയറിംഗ് ആയിട്ടുള്ള എന്റർപ്രൈസ് ആയിട്ടാണ് അമേരിക്കയിൽ കൃഷി പോകുന്നത്. മറിച്ച് ഇന്ത്യയിലെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ പോപ്പുലേഷന്റെ 48%, അത് 2010 46% ചുരുങ്ങിയിരുന്നു. പക്ഷെ വീണ്ടും കൂടുതൽ പേർ ഇപ്പോൾ കാർഷിക വൃത്തിയിലേക്ക് പോകേണ്ടി വന്നിരിക്കുകയാണ്. 48% പേര് ഇപ്പോൾ കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. അപ്പൊ ഈ 48%, അതായത് 146.39 കോടിയുടെ 48% കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അമേരിക്കയിൽ 2 കോടി പേര് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ, അല്ല 2% പേര്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇന്ത്യയിലേക്ക് അങ്ങനെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ ഇവിടെ വലിയ വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും അത് സൃഷ്ടിക്കുക. കാരണം നമുക്കറിയാം 2018-19 ഇലക്ഷന്റെ ഏകദേശം അടുപ്പിച്ചുള്ള കാലത്താണെന്ന് തോന്നുന്നു 800 ദിവസത്തിലധികം നീണ്ട കാർഷിക സമരത്തിന് സാക്ഷ്യം വഹിച്ച BJP ഗവൺമെന്റിന് നന്നായിട്ട് അറിയാം, കർഷകരോട് കളിച്ചാൽ, അതായത് കർഷകർക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ മോശപ്പെട്ട ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് വന്നാൽ എന്തായിരിക്കും ഇന്ത്യയിൽ സംഭവിക്കുക എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഒരു കാരണവശാലും ഈ പറയപ്പെട്ട സോയാബീൻ പോലെയുള്ള അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്
ഇന്ത്യയിലേക്ക് ഡംപ് ചെയ്യാൻ, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാളൊക്കെ വില കുറച്ച് ഇവിടെ വിൽക്കാൻ തയ്യാറാണ്. പക്ഷെ അങ്ങനെ പോലും വാങ്ങിക്കാൻ തയ്യാറാകാത്തത്, ഇവിടെ ആ ഉൽപ്പന്നം വരുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഉൽപാദന ചെലവിലും കുറഞ്ഞ വിലയിൽ ഇവിടെ സാധനങ്ങൾ ലഭ്യമാകുമ്പോൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സോയാബീനും മറ്റു ഉൽപ്പന്നങ്ങളും ഒക്കെ ഇന്ത്യക്കാർ വളരെ സന്തോഷപൂർവ്വം കൺസ്യൂമേഴ്സ് വാങ്ങും. അപ്പോൾ ഇന്ത്യക്കാർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിനാണ് വിപണി നഷ്ടമാവുക. ഇന്ത്യക്കാരായ കർഷകരാണ് നഷ്ടക്കച്ചവടത്തിലെത്തുക, നശിച്ച്, അതായത് അവർക്ക് നെൽക്കക്കള്ളി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ തള്ളിയിടപ്പെടും. അതുകൊണ്ടാണ് അത് അപകടകരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അപ്പൊ എന്താണ് നമ്മുടെ ഡിപ്ലോമാറ്റ്സ് ചെയ്യേണ്ടത്? നമ്മുടെ ഡിപ്ലോമാറ്റ്സ് അവരുടെ ഡിപ്ലോമസി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും, എന്നിട്ട് അതുകൊണ്ടും ഈ നമ്മുടെ തീരുവ 25%, അതിന്റെ 100% ടാരിഫ് എന്നാണ്, പീനൽ ടാരിഫ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാല് 25%ന്റെ 100% എന്ന് പറഞ്ഞാൽ അനദർ 25%. അപ്പൊ നമുക്കൊരു 50% താരിഫ് അഥവാ പീനൽ റേറ്റ്, പിന്നെ ഇറക്കുമതി ചുങ്കം കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെ കർഷകർക്ക്, നമ്മുടെ സമുദ്രോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കാകട്ടെ, നമ്മുടെ ടെക്സ്റ്റൈൽ ഓണേഴ്സിനാകട്ടെ, അതായത് നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഉൽപ്പന്നങ്ങള്, നമ്മുടെ ജ്വല്ലറി, അതുപോലെ കെമിക്കൽസ്, സ്റ്റീൽ, അലൂമിനിയം, ടെക്സ്റ്റൈൽസ്, പ്ലാസ്റ്റിക്സ്, റബ്ബർ, ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ആൻഡ് കൺസ്യൂമർ ഐറ്റംസ്, ഇതൊക്കെയാണ്. പിന്നെ ജെംസ് ആൻഡ് ജ്വല്ലറി, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജെംസ് ആൻഡ് ജ്വല്ലറി, ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെയാണ്. അപ്പൊ ഈ ഉൽപ്പന്നങ്ങളെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം? ഈ ഉൽപ്പന്നങ്ങളെ നമുക്ക് സംരക്ഷിക്കാനുള്ള ഒരു പ്രധാന മാർഗം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിചാരിച്ചാൽ ഒരു പരിധി വരെ ഈ പിന്നെ ചുങ്കത്തിന്റെ ഒരു ഭാഗം സബ്സിഡൈസ് ചെയ്യുക. അതായത് അവർക്ക്, അതായത് എക്സ്പോർട്ടേഴ്സിന് സബ്സിഡി കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുക. അപ്പൊ അധിക ചുങ്കത്തിന്റെ ഒരു ഭാഗം ഗവൺമെന്റ് തന്നെ അബ്സോർബ് ചെയ്യും, ഏറ്റെടുക്കുന്നു. ഇനി മറിച്ച് ഈ വില കുറച്ച് തന്നെ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുക. പക്ഷെ ഇന്ത്യൻ വിപണിയിൽ അതിന് അനുകൂലമായിട്ട് കുറച്ചുകൂടി ഉയർന്ന വില ഈടാക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പിന്നെ മൂന്നാമത് ഡിപ്ലോമാറ്റിക് ചാനലിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സൗഹൃദപരമായ രീതിയിൽ, അതായത് അമേരിക്കയിലെ ട്രംപ് മാത്രമല്ല ഉള്ള ഒരുപാട് പിന്നെ നയ വിദഗ്ധരുള്ളതാണ്. അപ്പം അവിടെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ വിശദമാക്കി കഴിയുമ്പോൾ, അത് മാത്രമല്ല അമേരിക്കയ്ക്ക് ഇന്ത്യയോട് അങ്ങനെ നോ പറയാൻ ഒക്കില്ല. കാരണം നമ്മുടെ ടെക്നീഷ്യൻസ് ആണ് അവരുടെ ടെക്നോളജിയെ ഇതുപോലെ എൻറിച്ച് ചെയ്തുകൊണ്ട് അമേരിക്കയെ ഒന്നാമത്തെ GDP ആയി നിലനിർത്തുന്നുണ്ടെങ്കിൽ അതില് ഇന്ത്യക്കാരുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അത് നേരിട്ട് ആരും പഠിച്ചിട്ടുണ്ടാവില്ല, അഥവാ പഠിച്ചിട്ടുണ്ടെങ്കിലും പുറത്ത് പറയുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻ നടത്തുന്ന, അതായത് ടെക്നോളജി ലെവലിലാകട്ടെ ഏത് ലെവലിലും വലിയ കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ ടെക്നോക്രാറ്റ്സിന്റെയും ഇന്ത്യൻ ഇന്റലക്ച്വൽസിന്റെയും അമേരിക്കയിൽ ഉണ്ട്. അത് കണ്ണടയ്ക്കാൻ ട്രംപ് ഒരു പക്ഷെ മണ്ടനായിട്ട് അത് കണ്ണടച്ചെന്ന് വരും, അതായത് അത് കണ്ടില്ലെന്ന് നടിച്ചെന്നിരിക്കും. പക്ഷെ അവിടെ എലൺ മസ്കിനെ പോലെ ബുദ്ധിയുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുള്ളപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ട് ഗുസ്തി പിടിച്ച് പിണങ്ങി പിരിഞ്ഞു കളയാം എന്ന് പറയില്ല. പിന്നെ ഇന്ത്യക്കാർ ചെയ്യാത്ത മറ്റൊരു കാര്യം, ട്രംപിന് നോബൽ പ്രൈസ് സമാധാനത്തിന് കൊടുക്കണമെന്ന് പറയുക, ട്രംപിനെ വിശുദ്ധനാക്കണമെന്ന് പറയുക. അത്തരം വങ്കത്തരങ്ങളൊന്നും ഇന്ത്യക്കാരുടെ ഭാഗത്ത് നിന്ന്, ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിന്റെ ഭാഗത്ത് നിന്നോ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നോ ഉണ്ടാവില്ല. ഉള്ളതുപോലെ പറയാൻ ചങ്കൂറ്റം കുറവാണ്. എങ്കിൽ പോലും വെറുതെ മടക്കുന്ന, നടുവ് വളയ്ക്കുന്ന അത്ര വില കുറഞ്ഞവരല്ല ഇന്ത്യൻ നേതാക്കന്മാരെന്ന് ട്രംപ് ഒരു പക്ഷേ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് വേണം കരുതാൻ. പക്ഷെ അതിൽ അത്ര വിശ്വസിക്കേണ്ട. നമ്മൾ ഒന്നാം ഭരണകാലത്ത് ട്രംപ് ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ പറയപ്പെട്ട പാവപ്പെട്ടവർ താമസിക്കുന്ന മേഖലകളൊക്കെ വലിയ മതില് കെട്ടി മറച്ച്, അതായത് അത്തരം മേഖലകളൊന്നും കാണണ്ട ട്രംപ് എന്ന് വിചാരിച്ച് അവരുടെയൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഹനിച്ച രാജ്യമാണ് ഇന്ത്യ. അതൊക്കെ നമ്മൾ മറന്നുകൂടാ. പക്ഷേ എങ്കിൽ പോലും മടക്കുന്നതിന്, നടുവ് വളയ്ക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരിക്കണം ഇന്ത്യക്കാർ. എന്തായാലും അപ്പോൾ ട്രംപിനെ ഡിപ്ലോമാറ്റിക് ലെവലിൽ നമുക്ക് കുറച്ച് താഴേക്ക് സൗഹൃദത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ട്രംപിന്റെ ആ ചുങ്കം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ട്രംപ് എവിടെയൊക്കെ ചുങ്കം ഏർപ്പെടുത്തിയിട്ടുണ്ടോ ആ രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ കണ്ണു നട്ടിരിക്കുകയാണ്. കാരണം അമേരിക്കയിലേക്ക് കയറ്റി അയക്കാത്തതിന് ഒരു നല്ല വിപണി ഇന്ത്യൻ വിപണിയാണ്. ഇവിടെ ഉയർന്നു വരുന്ന ഒരു വലിയ ഉപഭോക്തൃ നിര തന്നെയുണ്ട്.
വലിയ വിപണി എന്ന് മാത്രമല്ല, ആ വിപണിയിൽ തന്നെ ഇൻകം ഡിസ്പാരിറ്റി വളരെ വലുതാണ് ഇന്ത്യൻ വിപണിയിൽ. അതായത് ഒരുപാട് പേർക്കറിയാം സാമ്പത്തിക അന്തരം ഇന്ത്യയിൽ വർദ്ധിച്ചു വരിക. തോമസ് പിക്കറ്റിയുടെ പഠനം തന്നെയുണ്ട്. 1921 മുതൽ 2021 വരെയുള്ള 100 വർഷക്കാലം എടുത്ത് തോമസ് പിക്കറ്റ് പഠിച്ചു ഇന്ത്യയിലെ അസമത്വത്തെ പറ്റി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ 2014 മുതൽ 2021 വരെയുള്ള കാലത്ത് 1921 കൂടുതൽ അസമത്വം ഇന്ത്യയിൽ വളർന്നു എന്നാണ്. അസമത്വം വളരുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? പണക്കാരൻ കൂടുതൽ പണക്കാരനാകുന്നു, പാവങ്ങൾ കൂടുതൽ പാവങ്ങളാകുന്നു. അപ്പൊ പണക്കാരൻ കൂടുതൽ പണക്കാരനാകുന്നു എങ്കിൽ വിദേശ വിപണികൾക്ക് അത് വലിയ സൗകര്യമാണ്. എന്താണ്? അവരുടെ വില കൂടിയ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിറ്റഴിക്കാൻ ആ പണക്കാരുടെ വിപണി ഉണ്ടാകും എന്നതുകൊണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇന്ത്യൻ വിപണിയിൽ കണ്ണു നട്ടിരിക്കുന്നു ചൈനയുടെ മാനുഫാക്ചറിംഗിൽ 95% അവർ എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പൊ അമേരിക്കൻ വിപണിയിലായിരുന്നു അതിന്റെ നല്ലൊരു ഭാഗം വിറ്റിരുന്നത്. അമേരിക്ക ചുങ്കം കൂട്ടിയതോടുകൂടി അത് കുറെ അവിടെ വിൽക്കപ്പെടാതെയാകും. അങ്ങനെയാകുമ്പോൾ അവർ വേറെ വിപണി നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിപണി ഇന്ത്യ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ കാര്യം എടുക്കാം. അവരുടെ ഉൽപാദനം, അവര് ലോകത്തെ 2ാമത്തെ റെഡിമെയ്ഡ് വസ്ത്ര വ്യാപാരികളാണ് ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശും കണ്ണു നട്ടിരിക്കുന്നത് ട്രംപിന്റെ തീരുവ കൂടുന്നതോടെ കണ്ണു നട്ടിരിക്കുന്നത് ഇന്ത്യ പോലെയുള്ള മറ്റു രാജ്യങ്ങളിലേക്കാണ്. അതായത് വിപണി വൈപുല്യമുള്ള രാജ്യങ്ങളിലേക്കാണ്. അങ്ങനെ ഇന്തോനേഷ്യ ആണെങ്കിൽ ഇലക്ട്രോണിക് ഗുഡ്സിന്റെ എക്സ്പോർട്ടിന് വേണ്ടി നോക്കി. അങ്ങനെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ എവിടെ പുതിയ വിപണി കിട്ടും? കാരണം ഈ ട്രംപ് വന്ന് ആകെപ്പാടെ വെള്ളം കലക്കിയിരിക്കുകയാണ്. അപ്പൊ ആ കലക്ക വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ എങ്ങനെ കഴിയുമെന്ന് എല്ലാ ലോകരാജ്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിപ്ലോമാറ്റിക് ചാനല്, അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ ഈ പറയപ്പെട്ട തീരുവ കുറച്ച് അബ്സോർബ് ചെയ്ത് എക്സ്പോർട്ടേഴ്സിനെ സഹായിക്കുക. ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഇവിടുത്തെ വിപണിയിൽ തന്നെ, അതായത് ഡംപിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉൽപാദന ചെലവിനേക്കാൾ കുറച്ച് വിദേശത്ത് വിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തില് ആ ഉൽപാദക കമ്പനികൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് അവിടെ വരുത്തിയ നഷ്ടം, വിദേശത്ത് വരുത്തിയ ആ വിപണി വേണം, പക്ഷെ അവിടെ വരുത്തിയ നഷ്ടം ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വില കൂട്ടി വിറ്റ് നികത്തുകയാണ് സാധാരണ സാമ്പത്തിക ശാസ്ത്ര തത്വം അനുസരിച്ച് ചെയ്യുന്നത്. അത് ഇവിടെയും ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് ചാനൽസ് പ്രയോജനപ്പെടുത്തുക. അങ്ങനെയൊക്കെ ട്രംപിന്റെ ഈ മാഗ, അതുപോലെ തന്നെ അമേരിക്കൻ ഡോളർ ഫസ്റ്റ് എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾക്ക് പതുക്കെ ചെറുക്കുന്നു എന്ന് തോന്നാത്ത രീതിയിൽ തോൽപ്പിച്ച് നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ ഡിപ്ലോമാറ്റ്സിന് കഴിയണം. അതിലാണ് ഇന്ത്യയുടെ വിജയം നിലകൊള്ളുന്നത്.